Globalization is an essential outcome of liberalization of an economy. Explain. CBSE ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യം കണ്ട പാടെ ഗ്ലോബലൈസേഷൻ്റെ ഫീച്ചേഴ്സും ലിബറലൈസേഷൻ്റെ ഫീച്ചേഴ്സും എഴുതി വയ്ക്കുകയാണ് മിക്കവാറുമുള്ള കുട്ടികൾ ചെയ്യുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായ മാർക്ക് ലഭിക്കുവാൻ അവരെ സഹായിക്കുകയില്ല. ഫുൾ മാർക്ക് നേടണമെങ്കിൽ നമ്മൾ ചോദ്യം അറിഞ്ഞു തന്നെ ഉത്തരം നൽകണം. അതുകൊണ്ടാണ് മുൻ വർഷത്തെ ചോദ്യപേപ്പറുകൾ അതിലെ ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് ഒരു റിവിഷൻ പരിപാടി സോഷ്യൽ സയൻസ് പാഠശാല നിങ്ങൾക്കായി ആവിഷ്കരിച്ചിരിക്കുന്നത്. സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക്. CBSEയുടെ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്താണ് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതെങ്കിലും ഇത് സ്റ്റേറ്റ് ബോർഡിൽ പഠിക്കുന്ന 11ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും ഉപയോഗപ്രദമാണ്. കാരണം സ്റ്റേറ്റ് ബോർഡിൽ 11ാം ക്ലാസ്സിലും CBSEയിൽ 12ാം ക്ലാസ്സിലും ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന പാഠപുസ്തകവും ഈ പാഠഭാഗങ്ങളും പഠിക്കുവാനുണ്ട്. നമുക്ക് ഇന്നത്തെ ചോദ്യം ഒന്നുകൂടി പരിശോധിക്കാം. ഗ്ലോബലൈസേഷൻ ഈസ് ആൻ എസെൻഷ്യൽ ഔട്ട്കം ഓഫ് ലിബറലൈസേഷൻ ഇൻ ആൻ എക്കോണമി. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ലിബറലൈസേഷൻ്റെ ഒരു ഔട്ട്കം ആണ്. ആ രീതിയിൽ നിങ്ങൾ ഇതിനെ വിശകലനം ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1991 നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗങ്ങളായിരുന്നു ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും. ലിബറലൈസേഷൻ മലയാളത്തിൽ ഉദാരവൽക്കരണമെന്നും ഗ്ലോബലൈസേഷൻ മലയാളത്തിൽ ആഗോളവൽക്കരണം എന്നുമാണ് പറയുന്നത്. ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഓർ റെഡ്യൂസിങ് ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് ആൻഡ് കൺട്രോൾസ് എക്സിസ്റ്റിംഗ് ഇൻ ദ എക്കോണമി. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന ഗവൺമെൻറ്റിൻ്റെതായ നിയന്ത്രണങ്ങളും കൺട്രോളുമൊക്കെ എടുത്തു കളയുന്നതിനെയാണ് നമ്മൾ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. സ്വതന്ത്രമായ വ്യാപാരവും നിക്ഷേപവും ബിസിനസ് പ്രവർത്തനങ്ങളും ഇതുവഴി ഉറപ്പുവരുത്തപ്പെടുന്നു. ഇനി എന്താണ് ഗ്ലോബലൈസേഷൻ? നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ലോകത്തെ മറ്റ് സമ്പദ് വ്യവസ്ഥകളുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തനത്തെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കോണമി വിത്ത് ദ ഫോറിൻ എക്കോണമീസ്. നമ്മുടെ ഗവൺമെൻറ് ഇന്ത്യയിലെ ബിസിനസ് രംഗത്ത് അല്ലെങ്കിൽ വ്യാപാര രംഗത്ത് ഏർപ്പെടുത്തിയിരുന്ന റെസ്ട്രിക്ഷൻസ് ഇല്ലാതാക്കിയതോടുകൂടി നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്ന് വിശദീകരിക്കുവാനാണ് ഈ ചോദ്യത്തിലൂടെ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. നമുക്ക് ഓരോ പോയിന്റായി പരിശോധിക്കാം. ഫസ്റ്റ് പോയിന്റ്, ലിബറലൈസേഷൻ റെഡ്യൂസ്ഡ് ട്രേഡ് ബാരിയേഴ്സ്. ഇറ്റ് അലൗഡ് ഫോറിൻ കമോഡിറ്റീസ് ടു എൻ്റർ ഇന്ത്യൻ മാർക്കറ്റ്സ്. എന്താണ് ഈ ട്രേഡ് ബാരിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രേഡിനെ തടസ്സപ്പെടുത്തുന്ന എന്തോ ഒന്ന്. ഉദാഹരണമായി ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ കാര്യമെടുക്കാം. നമ്മുടെ രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മൾ നികുതി കൊടുക്കണം. അതാണ് ഇമ്പോർട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഉയർന്ന നിരക്കിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് 1991 വരെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത്. ഇത് ഫോറിൻ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുവാൻ ഇടയാക്കും. ഇന്ത്യൻ മാർക്കറ്റിൽ ഉയർന്ന വിലയായതുകൊണ്ട് തന്നെ അവയ്ക്ക് കമ്പോളം നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലേക്കുള്ള ഫോറിൻ സാധനങ്ങളുടെ വരവ് കുറയും. എന്നാൽ 1991 മുതൽ ഇമ്പോർട്ട് ടാരിഫുകൾ വളരെയധികം കുറച്ചതോടുകൂടി വിദേശ രാജ്യത്ത് നിന്നുള്ള ഗുഡ്സ് ഇന്ത്യയിലേക്ക് എത്തുവാൻ തുടങ്ങി. ഇങ്ങനെ മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് സാധനങ്ങൾ വരുമ്പോൾ അവരുമായുള്ള കണക്ടിവിറ്റി കൂടുകയാണ്. ഇങ്ങനെ ഒരു ഗ്ലോബൽ കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിനെ തന്നെയല്ലേ നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് വിളിച്ചത്. ഇനി രണ്ടാമത്തെ പോയിന്റ് പരിശോധിക്കാം. അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്, വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ്. അതായത് 1991 വരെ നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. വിദേശ നിക്ഷേപം വരുന്നതിന്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ലിബറലൈസേഷൻ പോളിസിയുടെ ഭാഗമായി ഈ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു. FDIയുടെ മേലുണ്ടായിരുന്ന FDIക്കുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു. ഇതിൻ്റെ ഫലമായി മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് പ്രവഹിക്കുവാൻ തുടങ്ങി. ഒരു രാജ്യത്ത് നിന്നുള്ള പണം അഥവാ ക്യാപിറ്റൽ
ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രൂപത്തിൽ മറ്റൊരു രാജ്യത്തിൽ എത്തുന്നതും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻ്റർ കണക്ടിവിറ്റി കൂടുവാൻ സഹായിക്കും. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞ ലിബറലൈസേഷൻ നയങ്ങൾ വഴി രാജ്യങ്ങൾ തമ്മിൽ ഇൻ്റർ കണക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്തത്. അത് ഗ്ലോബലൈസേഷൻ്റെ പാർട്ടാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യൻ ഫേംസ് ഫേസ്ഡ് കോമ്പറ്റീഷൻ ഫ്രം ഫോറിൻ കമ്പനീസ്. ഇറ്റ് ഇൻക്രീസ്ഡ് ദെയർ എഫിഷ്യൻസി ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ്. അതായത് നമ്മുടെ രാജ്യത്തേക്ക് മറ്റ് രാജ്യങ്ങളുടെ പ്രോഡക്റ്റ് വരാൻ തുടങ്ങിയത് ലിബറലൈസേഷൻ്റെ ഫലമായാണ്. ഇങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ ആഭ്യന്തര ഉൽപ്പാദകർക്ക് മറ്റ് രാജ്യങ്ങളിലെ കമ്പനികളുമായി മത്സരിക്കേണ്ടതായി വന്നു. മത്സരത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ടെക്നോളജിയിലും ക്വാളിറ്റിയിലുമൊക്കെ ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്തിയേ പറ്റൂ എന്ന നില വന്നു. അങ്ങനെ ഇന്ത്യൻ കമ്പനികളുടെ ക്വാളിറ്റിയും എഫിഷ്യൻസിയും ഒക്കെ കൂടി. ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ നേരിട്ടത് ഹൂണ്ടായി, ഫോർഡ് തുടങ്ങിയ വിദേശ കമ്പനികളെയാണ്. അപ്പോൾ ഈ മത്സരം വന്നപ്പോൾ ഇന്ത്യൻ കമ്പനികൾ ക്വാളിറ്റി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാനായി ഈ കമ്പനികൾ വിദേശത്ത് നിന്ന് ടെക്നോളജിയൊക്കെ ഇമ്പോർട്ട് ചെയ്തു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ടെക്നോളജി വരുന്നതും ഗ്ലോബലൈസേഷൻ എന്ന പദത്തിൻ്റെ പാർട്ടാണ്. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പരിശോധിക്കാം. അതിനു മുന്നേ നിങ്ങൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പദം മനസ്സിലാക്കിയിരിക്കണം. മറ്റൊരു രാജ്യത്ത് നിന്ന് ക്യാപിറ്റൽ ഷെയർ മാർക്കറ്റ് വഴിയൊക്കെ നമ്മുടെ രാജ്യത്ത് വരുന്നതിനെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് പാർട്ട് ഓഫ് ദി ലിബറലൈസേഷൻ പോളിസീസ്, ദിസ് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ഫ്ലോ ബിക്കെയിം ഈസിയർ. ഇങ്ങനെയുള്ള നിക്ഷേപങ്ങൾ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെയുള്ള നിക്ഷേപങ്ങൾ ലിബറലൈസേഷൻ പോളിസീസ് അഡോപ്റ്റ് ചെയ്തതിന് ശേഷം വളരെയധികം എളുപ്പമായി. This led to the integration of Indian financial market to the world financial market. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തു. അത് ഗ്ലോബലൈസേഷനാണ്.